കോൺഗ്രസ് നേതൃത്വത്തിന് എതിരായ വിമർശനവും മോദി സ്തുതിയും ആവർത്തിക്കുന്ന ശശി തരൂർ എം.പി. കോൺഗ്രസിൽ നിന്നും പുറത്തേക്കുള്ള വഴിയിൽ എന്ന സൂചന. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ രാജ്യവികസനത്തോടുള്ള മോദിയുടെ തീവ്ര പ്രതിബദ്ധതയും സാമ്പത്തിക വികസന കാഴ്ചപ്പാടും പുകഴ്ത്തി കഴിഞ്ഞ ദിവസം തരൂർ വീണ്ടും രംഗത്തു വന്നിരുന്നു. മോദിയുടെ പ്രസംഗത്തിൽ പ്രശംസനീയമായ ഒന്നും ഇല്ലെന്നും ശശി തരൂർ അതെങ്ങനെയാണ് കണ്ടെത്തിയത് എന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നുമായിരുന്നു കോൺഗ്രസിന്റെ മുതിർന്ന വനിതാ നേതാവ് സുപ്രിയ ശ്രീനേറ്റിന്റെ പ്രതികരണം. പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും ആർ കിരൺ ബാബു ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. കിരൺ, എപ്പോഴും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന, പ്രതിസന്ധിയിലാക്കുന്ന ആൾ ആണ് ശശി തരൂർ. അതേസമയം കോൺഗ്രസ് ആകട്ടെ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും തരൂരിനെ പുറത്താക്കാൻ പറ്റാത്ത സാഹചര്യത്തിലും ഇപ്പോൾ ഇതാ വീണ്ടും മോദി സ്തുതിയുമായി തരൂർ എത്തുമ്പോൾ എന്താണ് കോൺഗ്രസിൽ സംഭവിക്കുന്നത്? ഈ വിഷയത്തെ നേരിടാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെയാണോ കോൺഗ്രസ് കടന്നു പോകുന്നത്? അഭിലാഷ്, തുടർച്ചയായി പ്രകോപനം ഉണ്ടാക്കി എന്നെ പുറത്താക്കൂ എന്ന് ഒരു ഭാഗത്ത് നിന്ന് ശശി തരൂർ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ എത്ര പ്രകോപനം ഉണ്ടാക്കിയാലും നിങ്ങളെ പുറത്താക്കാനില്ല, വേണമെങ്കിൽ പുറത്തു പോയിക്കോളൂ എന്നുള്ള നിലപാടിൽ കോൺഗ്രസ് നിൽക്കുന്നു. ഇതിൻ്റെ ആകെ ചുരുക്കം ഇങ്ങനെയാണെന്ന് പറയാം. കഴിഞ്ഞ കുറച്ചു കാലമായി തന്നെ ശശി തരൂർ കോൺഗ്രസ് നേതൃത്വവുമായി വലിയ അകലത്തിലാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച ശേഷം ഈ അകലം വർദ്ധിക്കുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തെ കോൺഗ്രസ് പ്രവർത്തക സമിതിയിലേക്കൊക്കെ തിരഞ്ഞെടുത്തെങ്കിലും പരസ്യമായുള്ള വിമർശനം പല ഘട്ടത്തിലായി തുടരുകയായിരുന്നു. ഈ അടുത്ത കാലത്തായി അത്തരം വിമർശനങ്ങളുടെ എണ്ണം കൂടി. ഇപ്പോൾ ഏറ്റവും അടുത്തായി 2 വിമർശനങ്ങളാണ്. ബീഹാറിലെ പരാജയത്തിനെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ ശശി തരൂർ പറഞ്ഞത് അവിടെ പ്രചരണത്തിന് പോയവരോടാണ് അതിന് ഉത്തരം പറയേണ്ടത്, അവരതിന് ഉത്തരം പറയണം എന്നുള്ള മട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. തനിക്ക് പ്രവർത്തക സമിതി അംഗമായ തനിക്ക് അതിലേതെങ്കിലും തരത്തിൽ ഉത്തരവാദിത്തമില്ല എന്നുള്ള മട്ടിൽ തന്നെയായിരുന്നു പ്രതികരണം. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഗോയങ്ക പ്രഭാഷണ പരമ്പരയിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗമുണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ ആ പ്രസംഗം കേൾവിക്കാരനായി ശശി തരൂർ ഉണ്ടായിരുന്നു. തനിക്ക് കടുത്ത ജലദോഷവും പനിയും ഒക്കെ ആയിരുന്നു. അതൊക്കെ അസ്വസ്ഥതകൾ മാറ്റിവെച്ചും തനിക്ക് അവിടെ വന്ന് ഈ പ്രസംഗം കേൾക്കാൻ കഴിഞ്ഞതിൽ അദ്ദേഹം വലിയ സന്തോഷം പ്രകടിപ്പിക്കുന്നു. രാജ്യത്തിൻ്റെ വികസനത്തോടുള്ള, തീവ്രമായ വികസനത്തോടുള്ള മോദിയുടെ പ്രതിബദ്ധത ആ പ്രഭാഷണത്തിൽ വ്യക്തമായിരുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ വികസനത്തെക്കുറിച്ചും സാമ്പത്തിക വിഷയങ്ങളിലുമൊക്കെയുള്ള മോദിയുടെ കാഴ്ചപ്പാടിനെ അദ്ദേഹം പുകഴ്ത്തുന്നു. 200 വർഷത്തോളം ഇന്ത്യയിൽ തുടർന്ന കൊളോണിയൽ കാലത്തെ മെക്കോളയുടെ പരിഷ്കാരങ്ങളിൽ നിന്ന് എങ്ങനെയാണ് രാജ്യം പുറത്തു വരേണ്ടത് എന്നതുകൂടി വ്യക്തമാക്കുന്നതാണ് മോദിയുടെ പ്രസംഗമെന്നും പറയുന്നു. അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട മറ്റൊരു വാചകം കൂടി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. മോദി പലപ്പോഴും പലതും പറയുമ്പോഴും ആളുകൾ അത് തെരഞ്ഞെടുപ്പ് മോഡിലാണ് പറയുന്നത് എന്നുള്ള ആക്ഷേപം ഉയരുന്നു എന്ന് മോദി തന്നെ പറയുന്നു. പക്ഷേ താൻ തെരഞ്ഞെടുപ്പ് മോഡിലല്ല, തനിക്ക് രാജ്യത്തിൻ്റെ വികസനത്തോടുള്ള മോഡാണ്, രാജ്യത്തെ പരമാവധി നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള മോഡിലാണ് താൻ നിൽക്കുന്നത് എന്ന് പറയുന്നു. ഇതൊക്കെ പ്രത്യേകമായി തന്നെ എടുത്തു പറയുന്നു. അക്ഷരാർത്ഥത്തിൽ നരേന്ദ്രമോദി ഇതുവരെയും ആശയപരമായ ചില വിഷയങ്ങളിൽ കോൺഗ്രസിനോട് വിയോജിക്കുക, കേന്ദ്ര സർക്കാരിനോട് യോജിക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു ശശി തരൂരിൻ്റെ രീതിയെങ്കിൽ അതെല്ലാം വിട്ട് അതിൻ്റെ പരിധിയെല്ലാം കടന്നുകൊണ്ട് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ മോദിയെ നേരിട്ട് സ്തുതിക്കുന്ന, അദ്ദേഹത്തിൻ്റെ വികസന കാഴ്ചപ്പാടിനെ, അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക കാഴ്ചപ്പാടിനെ, അദ്ദേഹത്തിന് തീവ്ര വികസനത്തോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയെ ഒക്കെ നേരിട്ട് പുകഴ്ത്തുന്ന തരത്തിലേക്ക് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ ശശി തരൂർ മാറിയിരിക്കുന്നു. എന്തായാലും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളാരും മുൻ തീരുമാനപ്രകാരമാണ് എന്ന് തോന്നുന്നു. ഒരു കാരണവശാലും ശശി തരൂരിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലൊരു നടപടിയെടുത്ത് രക്തസാക്ഷി പരിവേഷത്തോടുകൂടി പുറത്തു പോകുക എന്നതാണ് തരൂരിൻ്റെ ലക്ഷ്യം എന്നത് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ ഒരു പരിവേഷത്തോടുകൂടി തരൂർ പോകേണ്ടതില്ല. പോകുന്നെങ്കിൽ സ്വയം പോകട്ടെ, അല്ലാതെ ഞങ്ങൾ ഒരു പ്രകോപനത്തിലില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. പക്ഷേ ഇന്ന് അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ കോൺഗ്രസിന്റെ തന്നെ മുതിർന്ന നേതാവായ സുപ്രിയ ശ്രീനേറ്റ പറഞ്ഞത് നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ പുകഴ്ത്തേണ്ടതായ എന്തെങ്കിലും ഒന്ന് തനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസിന്റെ മറ്റു നേതാക്കൾക്കൊന്നും നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ പുകഴ്ത്തേണ്ടതായി ഒന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ല. പക്ഷേ ശശി തരൂരിന് മാത്രം അത് സാധിക്കുന്നു എന്നതാണ് കോൺഗ്രസിന് വലിയ പ്രതിരോധത്തിൽ ആക്കുന്നത് ഇപ്പോൾ.